ഒന്ന് വാഴച്ചുണ്ട് തോരൻ വയ്ക്കാട്ടാ. വാഴച്ചുണ്ട് രണ്ടെണ്ണം കിട്ടി പറമ്പിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് കൊത്തി അരിഞ്ഞ് തോരൻ വയ്ക്കാം. അതിലേക്ക് വേണ്ടത് നമുക്കുണ്ടല്ലോ അതിൻ്റെ പോള, ഈ മൂത്ത പോളയൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞു എന്നിട്ടാണ് എടുത്തേക്കണത്. ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം നമുക്ക് കട്ടിങ് പലകയിൽ വെച്ചിട്ട് അരിഞ്ഞ് എടുത്ത് തോരൻ വയ്ക്കാട്ടാ. നമുക്ക് വാഴയുടെ ഒന്നും കളയാനില്ല. നമ്മൾ വാഴച്ചുണ്ട്, പിണ്ടി, അതേപോലെ അതിൻ്റെ വാഴപ്പോള വള്ളിക്ക് ഉപയോഗിക്കും. പിന്നെ ഇല പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇലയൊക്കെ നമുക്ക് വാഴയുടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിങ്ങനെ കൊത്തിയരിഞ്ഞ് ഇങ്ങനെ ഞാൻ കൊത്തിയരിഞ്ഞ് ഒക്കെ കൊത്തിയരിഞ്ഞ് എടുക്കുക. നൂലുണ്ടാവും കേട്ടോ. അത് നമുക്കെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അരിയുമ്പോൾ എങ്ങനെയായാലും നൂല് വരും. അപ്പോൾ അതെന്താണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് നമുക്കൊരു 3 ഈർക്കിൽ കൂട്ടിപ്പിടിച്ച് ചിറ്റിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വാഴക്കൊപ്പര വേണം. പിന്നെ അതിലേക്ക് പയറല്ലെങ്കിൽ പരിപ്പ, അല്ലെങ്കിൽ മുതിര, അതും അല്ലെങ്കിൽ ഇത് വെറുതെ വാഴക്കൊപ്പര തന്നെ ഒരല്പം നമ്മൾ കടുക് പൊട്ടിക്കണൊപ്പം കടലപ്പരിപ്പിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ തോരൻ വയ്ക്കാം. കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് അങ്ങനെയും വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് വാഴക്കൊപ്പര എടുത്തു, പയർ കുറച്ച് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നാളികേരം വേണം, കുറച്ച് ചുമന്നുള്ളി 2 കൂടിയും അത് തുണ്ടളഞ്ഞത് അവിടെ ഇരിക്കുന്നുണ്ട്, വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി അത് എടുക്കണം. അത് നമുക്ക് ചതച്ച് കാച്ചാനുള്ളതാണ്. പിന്നെ കുറച്ച് നാളികേരം വേണം. പിന്നെ കറിവേപ്പില, ഇടിച്ച മുളക്, കടുക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അത് നമുക്ക് വയ്ക്കുമ്പോൾ ഇപ്പം ഞാനിത് കൊത്തി അരിഞ്ഞ് എടുക്കട്ടെ കേട്ടോ. പയർ ഞാൻ നല്ല വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അത് കുതിർന്ന് നമ്മൾ പയർ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചപ്പയർ വെക്കണ പോലെ ഇരിക്കും. നമ്മൾ അന്നാന്ന് ഇത് പയറെടുത്തിട്ട് കറി വയ്ക്കുമ്പോൾ അത് ഒരു ഉണക്കപ്പയർ കറി വയ്ക്കണ ഒരിതാണ്. വേവാനും താമസമാണ്. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാനിത് വാഴച്ചുണ്ട് കൊത്തി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് നൂല് ചുറ്റാം. വെള്ളത്തിലിടണമെന്ന് വെച്ചാൽ കറ ഒന്ന് ഇളകാനും അതൊക്കെ. ചിലർ എന്താണെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെളിച്ചെണ്ണ ഉപ്പും കൂട്ടി ഒതുക്കി വയ്ക്കും. എന്നിട്ട് അത് വാരി പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നൂല് പോവില്ല. അതായത് നൂല് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞൊക്കെ എടുക്കുമ്പോൾ അതിൽ നൂല് വരും. അപ്പോൾ നമ്മളിത് കൂട്ടാൻ വെച്ച് കഴിക്കുമ്പോൾ എന്താണെങ്കിൽ നമുക്കതിൻ്റെ നൂല് ചവയ്ക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതങ്ങനെ നൂല് ചുറ്റി ഒരു ചുറ്റും കൂടി ചുറ്റാം നമുക്ക്. അപ്പോൾ വെളിച്ചെണ്ണയും ഇതും പറ്റി വെച്ചാൽ കറയേ ഇളകുള്ളൂ, എന്നിട്ട് നൂല് പോവില്ല. ഇതിപ്പോൾ അരിയണത് ഞാൻ അരിഞ്ഞ് ഇത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് കൊത്തി അരിഞ്ഞ്, എൻ്റെ കൈ കൊണ്ടൊക്കെ എന്തെടുത്താലും വലുതാവും. അപ്പോൾ കൊത്തി അരിഞ്ഞൊക്കെ ഒന്നുകൂടി ചെറുതായിട്ട് ഇതാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് നൂല് ചുറ്റിയിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ, നാളികേരവും ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. വാഴച്ചുണ്ടെന്ന് പറയും ചിലടത്ത്, വാഴക്കൊപ്പര എന്ന് പറയും ചിലടത്ത്, കൊടപ്പൻ എന്ന് പറയും. ഞങ്ങൾ കൊടപ്പൻ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഴച്ചുണ്ട് എന്നാണ് കൂടുതലും ഇതിന് പറയുക. നമ്മുടെ വാഴച്ചുണ്ട് നൂല് ചുറ്റി വെള്ളത്തിൽ നിന്ന് കഴുകി പിഴിഞ്ഞ് കളഞ്ഞ് വാരിയെടുത്തിട്ടുണ്ട്. പയറ് കഴുകി വാരിയെടുത്തിട്ടുണ്ട്. നാളികേരം വേണം, ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വേണം, ഇടിച്ച മുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു 4 ചെറിയ വറ്റൽമുളക് ഒക്കെയും കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്കിത് വെക്കാൻ നോക്കാം. ഫോൺ ഇവിടെ വെച്ചോ. നമുക്ക് ഉരുളിയിൽ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ 2 മണി കടലപ്പരിപ്പും കൂടി എടുക്കാം കേട്ടോ. ഞാൻ
കടലപ്പരിപ്പ് ഇപ്പോൾ പയറെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. കടുക് പൊട്ടട്ടെ. വറ്റൽമുളക് ഇട്ട് കൊടുക്കും. തീയൊന്ന് സിമ്മിലിട്ടിട്ട് വേണം വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചതച്ചത് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഉള്ളി ആദ്യം ഇട്ടിട്ട് ഇതാവുമ്പോൾ കടുക് ശരിക്കും പൊട്ടി കിട്ടില്ല നമുക്ക്. തീ കൂട്ടിയിടാം ഉള്ളി വേറെ മൂക്കാൻ. കടലപ്പരിപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഉള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ ഒരു 4 മണി ഒരു മണമൊക്കെ കിട്ടും. കടലപ്പരിപ്പ് പൊട്ടും അതിൻ്റെ മൂക്കുമ്പോൾ 4 മണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 മണി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കും. ഒരു മണമൊക്കെ കിട്ടാൻ നല്ല. അപ്പോൾ എനിക്കത് ഇടാമെന്ന് തോന്നി. അപ്പോൾ ഇരുന്നുണ്ട് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും കൂടി മൂത്തോട്ടെ. ഉള്ളി നന്നായിട്ടൊന്ന് ചുമക്കണം. ഒപ്പം കടലപ്പരിപ്പ് മൂത്തോളൂ. നമുക്ക് ഇത് ഈ പയറില്ലാണ്ട് തന്നെ ഇതേപോലെ കടലപ്പരിപ്പ് ഇതാക്കി ഇത്തിരി നാളികേരമൊക്കെ ചിരകിയിട്ട് തോരൻ വയ്ക്കാം. അല്ല മുതിര ഇട്ട് വയ്ക്കാം. ഞാൻ അത് പറഞ്ഞു തോന്നുന്നുണ്ട്. പരിപ്പും വാഴച്ചുണ്ടും കൂടി കുത്തിപ്പൊടിച്ച് കാച്ചാട്ടാ. നാളികേരം അരച്ച് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചുമന്നു. ഇതിലേക്ക് നമുക്ക് ഇടിച്ച മിളക് ഇട്ട് കൊടുക്കാം. മിളകിടുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം മിളകിടാൻ. മിളകിട്ട് കൊടുക്കാം. നമുക്ക് എരിവിന് ആവശ്യമായ മിളക്. എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് കുറവിട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില വിട്ടാൽ മതി. അത് ഒരല്പം കൂടി ഇടാൻ തോന്നും. അല്പം കൂടി മുളക് ഞാൻ ഇട്ടു. എന്നുവെച്ചാൽ പയറും ഇതൊക്കെ വെന്ത് വരുമ്പോൾ അതിലേക്കൊരു എരിവൊക്കെ പിടിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളി കടലപ്പരിപ്പ് എല്ലാം മൂത്തു. മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വാഴക്കൊപ്പരയും വാഴക്കൊപ്പര ഇത് നമ്മൾ കൈ കൊണ്ട് വെള്ളത്തിൽ നിന്ന് വാരി എടുക്കുമ്പോൾ എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെങ്കിൽ നമ്മുടെ അരിപ്പുണ്ടല്ലോ, നമ്മൾ ചായ ഒക്കെ അരിക്കണ അരിപ്പ
അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ പൂവിൻ്റെ ഇതൊക്കെ അരിയുമ്പോൾ അതൊക്കെ കുരുന്ന് തന്നെയല്ലേ, അപ്പോൾ അതൊന്നും വെള്ളത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടില്ല നമ്മൾ കൈ കൊണ്ട് വരുമ്പോൾ. അപ്പോൾ ആ അരിപ്പയിലേക്ക് ആ വെള്ളമൊഴിച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒന്നും പൂവാണ്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് പയറ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഈ വാഴക്കൊപ്പരയിൽ നിന്ന് വാഴച്ചുണ്ടെന്ന് പറയാം, വാഴച്ചുണ്ടിൽ നിന്ന് വെള്ളം ഊറി വരും പയറ് വേവാനുള്ളത്. എന്നാലും ഒരല്പം വെള്ളം നമുക്ക് ചേർത്തി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടു. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇടാം. പിന്നെ പതിയാവരുതില്ല. ഇനി നമുക്ക് തീ കൂട്ടിയിട്ട് വെള്ളം കണ്ടാൽ വെള്ളം ഊറി വരുന്നുണ്ട്. എന്നാലും ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരവും കൂടി ഇട്ടു. വെള്ളം കുറച്ച് ഇറക്കി മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടിക്കാം. നന്നായിട്ടൊന്ന് ആവി എറിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് ഇതാക്കി വേവിക്കാം. മൂടി വയ്ക്കാം. വേവട്ടെ, ഒന്ന് തിളകാനായിട്ട്. അങ്ങനെ നമ്മുടെ വാഴച്ചുണ്ടും പയറും ശരിക്കും വെന്ത് ഇതായിട്ടുണ്ട്. നല്ല ഉപ്പും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഉണ്ടല്ലോ, ചക്കക്കുരു ഉണ്ടെങ്കിൽ വാഴച്ചുണ്ടും ചക്കക്കുരുവും കൂടി തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ, നല്ലതാണ്. ചക്കക്കുരു കുറച്ചിരിക്കുന്നുണ്ട്, അത് ഉണങ്ങിയ പോലെ. ഇനി ഇത് നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഇറക്കി വയ്ക്കാം. ഓപ്പണായിന്നാലും പറഞ്ഞെന്നും പറയും. ശരിക്കും വെന്തു. ഇറക്കി വെച്ചു അടപ്പത്തുനിന്ന്. പയറൊക്കെ നന്നായിട്ട് വെന്താറുണ്ട്. പയർ ഇങ്ങനെ നടുവേ പൊട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് ഇതായി. ഞാൻ പറഞ്ഞല്ലോ, മുതിര അല്ലെങ്കിൽ പരിപ്പ്, ഇതേപോലെ പയറ്, ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു ഇട്ട് ചക്കക്കുരും വാഴച്ചുണ്ടും തോരൻ വെച്ചാൽ നല്ല ബെസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും വയ്ക്കണതായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്നുകൂടി അറിയാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇതിനിപ്പോൾ തന്നെ വയ്ക്കണവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതുപോലെ വയ്ക്കുമ്പോൾ വേഗം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമുക്കിത് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.